ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം എല്ലാവർക്കും? നമുക്കേ ഉണക്കമീനും കൊണ്ട് നല്ലൊരു ചമ്മന്തി പോലെ ഉണ്ടാക്കാം. ചമ്മന്തി അല്ല കേട്ടോ, ചമ്മന്തി പോലെന്നാ ഞാൻ പറഞ്ഞോളൂ. അപ്പം എല്ലാവർക്കും ഞാനത് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കമീൻ വറുക്കാൻ. അതിന് വേണ്ടിയിട്ട് സവാള, കുറച്ച് മുളക്, പിരിയമുളകല്ല കേട്ടോ, സാദാ മുളക്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതെ, ഇത് പനിക്കാർക്ക് വായിക്കൊരു ടേസ്റ്റ് കിട്ടാൻ പറ്റിയ ഒരു ചമ്മന്തി എന്നല്ല, മിക്സിയിൽ പൊടിച്ച് എടുക്കുന്നതാണ്. ഇതൊന്ന് വറുത്തെടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് ചെയ്യാം. പിന്നെ എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചോ? രാവിലെയാണ്. അപ്പം അച്ഛൻ പറഞ്ഞ അച്ഛന് വേറൊന്നും വേണ്ട, ചില കഞ്ഞിയും അച്ചാറും കിട്ടിയാൽ മതി. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. അച്ചാറ് മാത്രം കൂട്ടി എങ്ങനെയാണ് കഞ്ഞി കുടിക്കണേ? അപ്പം മതി എന്ന് പറഞ്ഞു. അച്ഛന് പനിയാ, നല്ല നല്ല പനിയാ, രാത്രി ഉറങ്ങില്ല പാവം. അത് വറക്കാട്ടോ, എണ്ണ ചൂടായി വരട്ടെ. എല്ലാ സ്ഥലത്തും തന്നെ പനിയാട്ടോ. എവിടെയൊക്കെ പനിയുണ്ടോ അവിടെ നല്ല ഓടി വരും. ഇനി എനിക്കെന്ന് വരുമെന്ന് ഒടേ തമ്പുരാൻ അറിയാം. എനിക്കും ഇതാ റോട്ടിക്കൂടെ ആരെങ്കിലും പനിച്ചു പോയാൽ മതി, എനിക്കും വരും, വരാതിരിക്കില്ല. രാവിലെ അത് കാരണം ഞാൻ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല. അതിന് പനിയാണ്. കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോറെടുത്ത് ഇവിടെ തിളപ്പിച്ച് വെച്ചിരുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി വെച്ച് ഞങ്ങൾ ഇന്നലെ പുള്ളി ചോറ ഉണ്ടേ എന്ന് പറഞ്ഞ് ഇച്ചിരി കഞ്ഞി കൊടുക്കാം. മീൻ വേവട്ടെ കേട്ടോ. മീൻ വെന്തിട്ട് നമുക്ക് ഈ മുളകും സവാളയും അല്പം കരിവേപ്പിലയും കൂടെ കൂട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. മീനെല്ലാം ഞാൻ വറുത്ത് കൊരിട്ടോ. ഇത് 3 നങ്കുണ്ടായിരുന്നു. നങ്കെന്ന് പറയണത് ഞങ്ങൾ നങ്കെന്ന് പറയും, മാന്തളെന്ന് പറയും. വേറെ നാട്ടിലൊക്കെ എന്താ പറയണതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാം വറുത്ത് കോരി ഒരു 4 മുളകും കൂടെ. പിന്നെ ഇതിൽ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ, കാരണം അല്ലെങ്കിൽ മുളകിടുമ്പോൾ കരിഞ്ഞു പോകും. ഇതിങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നോക്കട്ടെ. മീനെല്ലാം വറുത്ത് കോരി നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ മുളക് ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ മുളകും കൂടി പൊടിച്ച് സൂപ്പറായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഈ മുളക് കടിച്ചു കൂട്ടിയാൽ മതി, ചമ്മന്തി ഒന്നും ആക്കണ്ട. ഗ്യാസ് ഓഫ് ചെയ്തു ചൂടൊന്നാറട്ടെ, എന്നിട്ട് വേണം നമുക്ക് സവാളയും പച്ചമുളകും വേപ്പിലും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആ മുളകും ഉണക്കമീനും ഞാനിങ്ങനെ അതിങ്ങനെ പൾസ് ചെയ്ത് പൊടിച്ചിടണം കേട്ടോ. ശീലപ്പൊടി എന്ന് വെച്ചാൽ പൂ പറന്ന പോലെ ഉണ്ടാക്കരുത്. പൾസ് ചെയ്ത് 2 പ്രാവശ്യം പൾസ് ചെയ്തോളൂ ഞാൻ, കാരണം വറുത്ത മീനല്ലേ. തമാശയാട്ടോ. ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. സവാള വേവാനുള്ള ഇത് മാത്രം മതി കേട്ടോ. മീനിനകത്ത് നമ്മൾ മീൻ വെളിച്ചെണ്ണയിലല്ലേ. ഈ പച്ചമുളക് കളയാൻ തോന്നിയില്ല. അപ്പം ഇതും നമുക്കിതിൻ്റെ കൂടെ അങ്ങോട്ട് അരിഞ്ഞിടാം. കാരണം മുളക് വെന്ത്
കാര്യം മീനിനകത്ത് ഞാൻ മുളക് പുരട്ടിയാണ് വറുത്തത്. പിന്നെ ഒരു 4 പച്ചമുളക് അല്ല 4 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ കൃഷി ചെയ്ത മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് ഇതിൻ്റെ മീൻ പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി. പക്ഷെ എൻ്റെ കയ്യിൽ ഉണക്കമീൻ അല്ല ഈ പൊടിച്ചതുണ്ടായില്ല. ഇനി അതൊന്ന് വെയിൽ തെളിഞ്ഞിട്ട് വേണം, ശരിക്കൊന്ന് വെയിൽ തെളിഞ്ഞിട്ട് വേണം മുളകൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ അതേ ഒരു അര സവാളയും അര സവാള ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഉപ്പിടേണ്ട ആവശ്യമില്ല, ഇതിന് ഉപ്പുണ്ട്. നോക്കട്ടെ. ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ടാണ് വറുത്തേക്കണേ. മീൻ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതിന് ശേഷമാണ് വറുത്തേക്കണേ. പക്ഷേ ഇതിനകത്ത് ഉപ്പുണ്ട്. അപ്പൊ പിന്നെ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഉപ്പുണ്ട്, ആവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. അപ്പൊ ഈ സവാളയ്ക്ക് ചേരാനുള്ള പച്ചമുളകാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കണേ. അപ്പൊ ഈ സവാള ഒന്ന് വരണ്ട് വരട്ടെ, ശരിക്കും ഫ്രൈ ആവണം. ഓക്കെ. സവാള എന്തായി നോക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? സവാള ഫ്രൈ ആയി വന്നു തുടങ്ങി. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത് ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും. ഉണക്കമീൻ ഉപ്പ് കളഞ്ഞിട്ട് അല്പം മുളക് പൊടി ചേർത്ത് വറുത്തിട്ട് 2-3 മുളക് ഇട്ടൊന്ന് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്താൽ മതി. അതിൽ പൊടിക്കണ്ട, ചുമ്മാ നമ്മൾ കയ്യിൽ കൊണ്ടാണെങ്കിൽ ഈ മീൻ പൊടിച്ചിട്ട് സവാള ഇങ്ങനെ ചെയ്തിട്ടാൽ സൂപ്പറാണ്. സവാള ഫ്രൈ ആയിട്ട് വന്നു. മീനിട്ട് കൊടുക്കും. പെട്ടെന്ന് പണിയും കഴിയും, ടേസ്റ്റുമാണ്. ഈ സവാളയിലേക്ക് മീനിൻ്റെ ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കും. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കുകയൊന്നുമില്ല. അടച്ചു വയ്ക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായി നോക്കട്ടെ. ഞാൻ തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. നല്ല അന്തരീക്ഷമാണ്, മഴയില്ല. രാത്രി സന്ധ്യയ്ക്കൊരു മഴ പെയ്തു, പിന്നെ അങ്ങനെ മഴ പെയ്തില്ല. നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പം പനിക്കാരൊക്കെ സൂക്ഷിക്കുക, ഡോക്ടറെ പോയി കാണുക. ഇന്നിപ്പോൾ അച്ഛനോട് ഡോക്ടറെ കാണാൻ പറയണം. പുള്ളി ഇന്നലെ മരുന്ന് കഴിച്ചു, ഇവിടെ ഇരുന്ന് മരുന്നൊക്കെ ഇന്നലെ കഴിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര മേലുവേദനയാണ്. ചുമയുണ്ടാവാൻ ഞാൻ പായ്ക്കും. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പച്ചമുളകും സവാളയും ഉണക്കമുളകും മീനും എല്ലാം കൂടെ ചേർത്ത് ഒരാളവിടെ റെഡി ആയി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാട്ടോ. തുണി കഴുകാനിട്ടേക്കാറ്. ചേച്ചി ഞാൻ റെഡിയായി എന്നായി പറയണേ. സൂപ്പർ, നല്ല മണം വരണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. പൊടിയിലിവിടെ ഉണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യും. സൂപ്പർ. നമുക്കിപ്പോൾ പ്ലേറ്റിലേക്ക് തന്നെ അങ്ങോട്ട് മാറ്റാം. ഇനിയിപ്പോൾ വേറെ പ്ലേറ്റ് എടുത്ത് കടൽബിലാലും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. കടൽബിലാല് അതിൻ്റെ മുള്ളെല്ലാം പൊടിഞ്ഞ് ഉണ്ടോ, സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മണം എൻ്റെ നോക്കിയേ, നല്ല മണം. സൂപ്പർ. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കഞ്ഞിക്ക് പറ്റും, ചോറിന് പറ്റും. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ ആഹാ സൂപ്പർ. ഇനിയിപ്പോൾ ഞാൻ ഉപ്പുണ്ടോ നോക്കി വീണ്ടും എൻ്റെ വായ കളയണില്ല കേട്ടോ.
ടാറ്റ. വായ കളയില്ല എന്ന് വെച്ചാൽ വീണ്ടും എനിക്ക് പണികളുണ്ട്. പിന്നെ സൂപ്പർ. കട്ടൻ എടുത്തിട്ട് അത് കുടിച്ചു പോലും തീർത്തില്ല. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.